Hello everyone, welcome back to our channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാടമുട്ട ബജ്ജിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ആണിത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാടമുട്ട നന്നായി ബോയിൽ ചെയ്തെടുക്കുകയാണ്. അതിനായി ഞാൻ കുറെ കാടമുട്ടകൾ എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിനു ശേഷം അതിൽ നിറയെ വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിക്കണം. ഏകദേശം ഒരു 10-12 മിനിറ്റോളം നമുക്കിത് തിളപ്പിക്കാം. എന്നാൽ മാത്രമേ നന്നായി പുഴുങ്ങി കിട്ടുകയുള്ളൂ. അതിനായി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 12 മിനിറ്റ് മാക്സിമം നമുക്കിത് തിളപ്പിക്കാം. ഇനി നമുക്ക് ബജ്ജിക്കുള്ള ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. അതിനായി ഞാൻ 1 കപ്പ് കടലമാവ് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. അതിലേക്ക് ഏകദേശം 1 കപ്പ് മൈദ മാവ് ആഡ് ചെയ്യുക. ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉപ്പ്, സ്വല്പം കായം എന്നിവ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൗഡറിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടിപ്പോകാതെ ശ്രദ്ധിക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി നമ്മൾ മിക്സ് ചെയ്ത് നല്ല ഒരു ബാറ്റർ രൂപത്തിൽ ആക്കിയെടുക്കുക. ഇനി നമ്മൾ പുഴുങ്ങിയെടുത്ത കാടമുട്ട ഷെല്ല് മാറ്റി നമ്മൾ ഈ ബാറ്ററിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുന്നു. ഒരു പാൻ എടുത്തതിന് ശേഷം അതിൽ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കാടമുട്ട ബാറ്ററിൽ നന്നായി മുക്കിയെടുത്ത് ചൂട് എണ്ണയിലേക്ക് ഒഴിക്കുക. രണ്ട് സൈഡും നന്നായി ഫ്രൈ ചെയ്യുക. നന്നായി ക്രിസ്പി ആയതിനു ശേഷം നമുക്കിത് എണ്ണ പോകാനായി ഒരു ടിഷ്യൂ പേപ്പർ കവർ ചെയ്ത ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം.
നമ്മുടെ കാടമുട്ട ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ എപ്പോഴും കാടമുട്ട ബജ്ജി ടേസ്റ്റി ആവുന്നത് അതിന് നമ്മളൊരു സൈഡ് ഡിഷ് ആയിട്ട് ഒരു ചട്നി കൂട്ടുമ്പോഴാണ്. ഇനി ആ ചട്നി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ചട്നി പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത് ചുവന്ന ഉള്ളിയാണ്. ഏകദേശം 4-5 ചുവന്ന ഉള്ളി നമുക്ക് എടുക്കാം. അത് നന്നായി ചോപ്പ് ചെയ്യുക. നന്നായി കൊത്തിയരിഞ്ഞ ശേഷം ഒരു ബൗളിലേക്ക് മാറ്റുക. അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, സ്വല്പം വിനാഗിരി, അതിനുശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കോക്കനട്ട് ഓയിലും യൂസ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ നമ്മുടെ കാടമുട്ട ബജ്ജി വിത്ത് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.